നമസ്കാരം എല്ലാവർക്കും. അപ്പം കണ്ടല്ലോ മട്ടന്റെ എല്ല് കാണും. മട്ടന്റെ എല്ല് വെച്ച് നമ്മളൊന്നൊരു വ്യത്യസ്തമായിട്ടൊരു മട്ടന്റെ എല്ലിന്റെ കറി ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു കറി ഞാനിപ്പം ഉണ്ടാക്കാം. ഞാൻ എടുത്തിരിക്കുന്ന എല്ലിന്റെ അളവിന്റെ സെയിം ക്വാണ്ടിറ്റി ഓർഡർ ഇടുക. എന്നിട്ട് നമ്മുടെ ഉപ്പും ശകലം മഞ്ഞപ്പൊടിയും കൊണ്ടിട്ട് 1 മണിക്കൂർ മിനിമം വേവിക്കുക. അതിന് ശേഷം നമ്മുടെ ഈ സാധനം അരയ്ക്കാനുള്ള വെളിച്ചെണ്ണയിൽ സോട്ട് ചെയ്ത് അരയ്ക്കാനുള്ളതാണ്. അതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ തക്കാളി, കാഷ്നട്ട്, പിന്നെ ചിരണ്ടിയ തേങ്ങ, പിന്നെ പെരിഞ്ചീരകം. അളവെല്ലാം ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒരു 10 മിനിറ്റോളം സ്ലോ ഫയറിൽ സോട്ട് ചെയ്യാനാണ് നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ടല്ലോ ഈ സ്റ്റോക്കും എല്ലും കൂടെ ഇട്ട് ഒരു പാനിൽ നമ്മൾ ഇതിന് വേറെ ഒന്നും ചെയ്യണ്ട, അതിൽ ഇതിന് ആ വെള്ളം എല്ലാം കൂടെ ഇട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അത് വെള്ളം തിളച്ചതിന് ശേഷം ലാസ്റ്റ് അതിന് ഷെറു ഫയറിലാക്കിയിട്ട് കണ്ടല്ലോ ആ പേസ്റ്റും നമ്മുടെ അരച്ചു വയ്ക്കുന്ന ആ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈനലിൽ നമ്മൾ ഈ താളിപ്പിട്ട് മിക്സ് ചെയ്യുക. ആ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കല്ല, ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഉണ്ടല്ലോ അപ്പം നമ്മൾ മുകളിൽ ഒഴിച്ചു. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട് കറി. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താൽ ഇത് അപ്പത്തിൻ്റെ മുകളിൽ ഉണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെ എടുത്ത് സൂപ്പർ, വേറെ പറയാനൊന്നുമില്ല, കിടിലമാണ്.